ഒടുവിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം സംസ്ഥാന ബജറ്റും അവതരിപ്പിച്ചു. അതിൽ ഏറ്റവും പ്രത്യേകത എന്തെന്നാൽ സാമൂഹ്യക്ഷേമ പെൻഷനുകളിൽ ഇത്തവണയും യാതൊരുവിധ വർധനയുമില്ല എന്നതാണ്. നമ്മുടെ ധനമന്ത്രി പതിവ് പലവ് തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. അടുത്ത വർഷം കൃത്യമായി കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നത്. റബ്ബർ കർഷകർക്കും വലിയ പ്രതീക്ഷകളൊന്നുമില്ല. 10 രൂപയുടെ നാമമാത്രമായ വർധനവാണ് ബജറ്റിലുള്ളത്. എന്നാൽ സംസ്ഥാനത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയാണ് ഇത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ കാരണമെന്നാണ് KN ബാലഗോപാലിന്റെ അഭിപ്രായം തന്നെ. 100 രൂപ നികുതി പിരിച്ചാൽ കേരളത്തിന് കേന്ദ്രം തരുന്നത് 21 രൂപയാണ്. അതേസമയം ഉത്തർപ്രദേശിന് 46 രൂപയാണ്. കേന്ദ്രാവഗണന ഉണ്ടെന്ന് പ്രതിപക്ഷവും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് എന്നാണ് ധനമന്ത്രിയുടെ വാദം. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ സ്വന്തം നിലയ്ക്കെങ്കിലും പ്രതിപക്ഷം തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത 3 വർഷം 3 ലക്ഷം കോടിയുടെ നിക്ഷേപം ആകർഷിക്കുമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിലവിൽ 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ. ജനുവരിയിലെ പെൻഷൻ കൂടി ചേർത്താൽ ഇപ്പോൾ തന്നെ 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. 5 മാസത്തെ കുടിശ്ശികയിൽ 2 മാസത്തെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നെങ്കിലും അതും ഉണ്ടായില്ല. 1 മാസം ക്ഷേമ പെൻഷൻ നൽകാൻ 900 കോടി രൂപയാണ് വേണ്ടതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തവണ സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിക്കണമെന്ന് LDF-ൽ നിന്നും സമ്മർദ്ദം ശക്തമായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അവതരിപ്പിക്കുന്ന ബജറ്റായതിനാൽ ക്ഷേമ പെൻഷൻ കൂട്ടണമെന്ന ആവശ്യം CPM-ൽ നിന്നും ഉയർന്നിരുന്നു. താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം നേരിടാൻ പെൻഷൻ വർധന കൊണ്ട് ഒരു പരിധി വരെ കഴിയുമെന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു. ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കുറച്ചെങ്കിലും പണം കണ്ടെത്തുന്നതിനായി ലിറ്ററിന് 2 രൂപ നിരക്കിൽ ഇന്ധന സെസ് ഏർപ്പെടുത്തിയെങ്കിലും ആകെ 750 കോടി രൂപ മാത്രമാണ് ഇതുവരെ പിരിഞ്ഞു കിട്ടിയത്. ഇതിൽ നിന്നും 1 മാസത്തെ പെൻഷൻ നൽകാൻ പോലും പണം തികയില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2021-ൽ 1ാം പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റിലാണ് ക്ഷേമ പെൻഷൻ 100 രൂപ കൂട്ടി 1600 രൂപയാക്കിയത്. KN ബാലഗോപാൽ ഇതുവരെ 4 ബജറ്റാണ് അവതരിപ്പിച്ചത്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമെങ്കിലും ഇതുവരെ 1 രൂപ പോലും കൂട്ടാനായിട്ടില്ല. റബ്ബറിന്റെ താങ്ങുവില 200 കടക്കുമോ എന്ന ആകാംക്ഷയോടെ കാത്തിരുന്ന റബ്ബർ കർഷകർക്കും നിരാശ തന്നെ ഫലം. 10 രൂപയുടെ നാമമാത്രമായ വർധനവ് മാത്രമാണ് ബജറ്റിലുള്ളത്. ഇതോടെ നിലവിലെ താങ്ങുവിലയായ 170 രൂപ 180 രൂപയായി വർദ്ധിക്കും. അതേസമയം 10 രൂപ മാത്രം കൂട്ടിയിട്ട് എന്ത് കാര്യമാണ് ഉള്ളതെന്ന് സഭയിലുണ്ടായിരുന്ന കടുന്തുരുത്തി MLA മോൻസ് ജോസഫ് ചോദിച്ചിരുന്നു. സാമ്പത്തിക പരിമിതികൾക്കിടയിലും റബ്ബറിന്റെ താങ്ങുവില 180 രൂപയായി വർദ്ധിപ്പിക്കുന്നു എന്നായിരുന്നു ധനമന്ത്രിയുടെ മറുപടി. റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുന്ന ഏക സർക്കാർ കേരളത്തിലാണെന്നുള്ള അവകാശവാദവും ധനമന്ത്രി ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ഇതുവരെ ചെവിക്കൊണ്ടിട്ടില്ലെന്നും ഈ സാഹചര്യത്തിലാണ് സാമ്പത്തിക പരിമിതികൾക്കിടയിൽ 10 രൂപ വർദ്ധിപ്പിക്കുന്നതെന്നുമാണ് ധനമന്ത്രിയുടെ വിശദീകരണം. കേന്ദ്രം ഇറക്കുമതി വർദ്ധിപ്പിച്ച് വൻകിട റബ്ബർ വ്യവസായികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. ടയർ കമ്പനികൾക്കെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച വിധി ഇത് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ കേരളം 170 രൂപ റബ്ബറിന് താങ്ങുവില നൽകി വരുന്നു. ഇത് ഉയർത്തി 250 രൂപയാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ഇതുവരെ ചെവിക്കൊണ്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ സാമ്പത്തിക പരിമിതികൾക്കിടയിലും റബ്ബറിന്റെ താങ്ങുവില 180 രൂപയായി വർദ്ധിപ്പിക്കുന്നു എന്നാണ് ധനമന്ത്രിയുടെ വാദം. ഭരണപക്ഷ അംഗങ്ങൾ ഡെസ്കിലടിച്ചാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം സ്വീകരിച്ചത്. എന്നാൽ പ്രതിപക്ഷാംഗങ്ങൾ 10 രൂപയുടെ നാമമാത്രമായ വർധനവിനെതിരെ അപ്പോൾ തന്നെ ചോദ്യമുയർത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതുമുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസ് എമ്മിനും ബജറ്റിലെ റബ്ബറിന്റെ രാഷ്ട്രീയം നിർണായകമാകുന്നിരിക്കെയാണ് 10 രൂപയുടെ വർധനവ്. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. എന്തായാലും കേരള സർക്കാർ ആവശ്യത്തിലധികം സഹായിക്കുന്നുണ്ടെന്ന് ഒറ്റ ബജറ്റിലൂടെ തന്നെ മനസ്സിലാക്കാം.